കേരളത്തെ 20 വർഷത്തിനകം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കാനുള്ള ശ്രമങ്ങളാണ് പോപ്പുലർ ഫ്രണ്ട് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ. ഇത് തിരിച്ചറിഞ്ഞാണ് പലയിടത്തും ഫ്രീഡം പരേഡ് നിരോധിച്ചതെന്നും മുഖ്യമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. ടോമിൻ ജെ തച്ചങ്കരിയെ രക്ഷിക്കാൻ ആരും ശ്രമിക്കുമെന്ന് തോന്നുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ മുസ്ലിം ഭൂരിപക്ഷമാക്കാനുള്ള പഴയ NDF നീക്കമാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് തുടരുന്നതെന്ന് വി.എസ്. പറഞ്ഞു. വിരോധമുള്ളവരുടെ കൈവെട്ടലും കാൽവെട്ടലും ഒക്കെയാണ് സംഘടനയുടെ പരിപാടിയെന്നും ഇതിനായാണ് ദേശീയ ദിനമായ ഓഗസ്റ്റ് 15-ന് രാജ്യസ്നേഹികൾക്കൊപ്പം പ്രകടനത്തിൽ പങ്കുചേരുന്നതെന്നും ഇത് തിരിച്ചറിഞ്ഞാണ് പോലീസ് പലയിടത്തും പരേഡ് നിരോധിച്ചിട്ടുള്ളതെന്നും വി.എസ്. പറഞ്ഞു. നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് 15 ദേശീയവാദികളും എല്ലാ രാജ്യസ്നേഹികളും പ്രകടനത്തിൽ പങ്കെടുക്കുമല്ലോ. അതിൻ്റെ കൂടെ ഇവരും കൂടെ പ്രകടനത്തിൽ പങ്കെടുക്കുക. ഒരു 20 കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക, മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക, അങ്ങനെ മുസ്ലിം ജനിക്കുക. ആ തരത്തിൽ ഇങ്ങനെ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത്. ടോമിൻ തച്ചങ്കരി